everyone, welcome back to Xylan Learning. Akhila Miss ആണ്. So yes, അടിപൊളിയായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം മെറ്റീരിയൽസ് അറൗണ്ട് us ആയിക്കോട്ടെ, ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ആയിക്കോട്ടെ, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻറ്റും ആണ്. വളരെ ഒരുപാട് നമുക്ക് അറിയാത്ത കുറേ കോൺസെപ്റ്റുകളൊക്കെ ഓരോന്നിലും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആൻസേഴ്സ് ഒക്കെ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കാണുമ്പോൾ കുറച്ച് വലുതാന്നൊക്കെ തോന്നും, പക്ഷേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഫാൻസ് മൂവ് എയർ അറൗണ്ട് ക്രിയേറ്റിംഗ് എ കൂളിംഗ് സെൻസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെല്ലാവരും ചൂടെടുക്കുമ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ കേസിലെ ഫാൻ ഇടാറുണ്ട് അല്ലേ. ഇറ്റ് മൈറ്റ് സീം സ്ട്രേഞ്ച് ടു യൂസ് എ ഫാൻ ടു ഡ്രൈ വെറ്റ് ക്ലോത്ത് സിൻസ് ഫാൻസ് യൂഷ്വലി മേക്ക് തിങ്സ് കൂളർ നോട്ട് വാമർ. യെസ്, അതാണ് അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ചൂടെടുക്കുമ്പോൾ നമ്മൾ ഫാൻ ഓൺ ചെയ്യും, ഓക്കെ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ വെറ്റ് ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫാനിന്റെ ചുവട്ടിൽ ഇടാറുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഫാൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു കൂളിംഗ് സെൻസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെ വാം ആയിട്ട് ഒന്നും കിട്ടണില്ല. ദെൻ വൈ, എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെറ്റ് ക്ലോത്ത് ഡ്രൈ ആവാനായിട്ട് ഫാൻ യൂസ് ചെയ്യുന്നത്? നോർമലി വെൻ വാട്ടർ ഇവാപ്പറേറ്റ്സ് ഇറ്റ് റിക്വയർസ് ഹീറ്റ് നോട്ട് കോൾഡ് എയർ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? അപ്പൊ നമ്മൾ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. സംഭവം സിമ്പിൾ ആണ്, പക്ഷെ നമ്മളും ഒന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവാപ്പറേഷന്റെ കാര്യം. എന്താ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഡു മീൻ ബൈ ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ആണ് അല്ലെ. എന്ത് പ്രോസസ് ആണ്? ഭയങ്കര നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനൽ ആണത്. അവിടെ എന്ത് സംഭവിക്കുകയാണ്? യെസ്, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്സ് വേപ്പർ ഈസ് കോൾഡ് ഇവാപ്പറേഷൻ അല്ലെ. ഒരു ലിക്വിഡ് എന്ത് ചെയ്യാണ്, അതിന്റെ ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ വാട്ടർ എന്ത് ചെയ്യാണ്, വാട്ടർ വേപ്പർ ആയിട്ട് മാറുക. നമ്മൾ വാട്ടർ സൈക്കിളിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ ടേക്ക് പ്ലേസ് കണ്ടിന്യൂസ്ലി വേർ എവർ വാട്ടർ ഈസ് പ്രസന്റ്. വാട്ടർ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്, ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇവാപ്പറേഷൻ നമുക്കൊരു സെപ്പറേഷൻ മെത്തേഡ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, യെസ്, നമ്മളെ വാട്ടറും ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഒരു എക്സാമ്പിൾ സോൾട്ട് അല്ലെ, സോൾട്ടും വാട്ടറും കൂടെ ഡിസോൾവ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോൾട്ട് മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യും. അപ്പൊ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഒക്കെ എന്ത് ചെയ്താൽ പോകും, വാട്ടർ വേപ്പർ ആയിട്ട് പോകും, ഇവാപ്പറേഷൻ നടക്കും, നമുക്ക് വേണ്ട സോൾട്ട് മാത്രം കിട്ടും. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് സെപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ സോൾട്ട് ഒക്കെ നമുക്ക് കിട്ടണതും, സീ വാട്ടറിൽ നിന്നാണെങ്കിൽ പോലും അല്ലെ, ഈ ഒരു ഇവാപ്പറേഷൻ. അപ്പൊ നമ്മൾ ചൂടാക്കുകയല്ല, അല്ലാതെ സണ്ണിന്റെ ഹീറ്റ് കിട്ടിക്കൊണ്ട് നോർമലി ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലാതെയും അല്ലെ, നമ്മുടെ നോർമൽ ലൈഫിൽ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യത്തിലായിട്ട് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റോൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വെറ്റ് ക്ലോത്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വിരിച്ചിടാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നല്ല വെയിലൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലോത്ത് നമുക്ക് ഡ്രൈ ആയി കിട്ടാറുണ്ട്. എന്നാൽ അതല്ലാത്ത ടൈമിലാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. വൈ? എന്തുകൊണ്ടാ? അവിടെ നമ്മൾ ഹീറ്റ് ആണ് അല്ലെ, നമ്മൾ സൂര്യനിൽ നിന്ന് എന്ത് ചെയ്യാണ്, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലോത്തിലുള്ള വാട്ടർ മോളിക്യൂൾസ്, വാട്ടർ ഉണ്ട് അതിനകത്ത്, ആ വാട്ടർ എന്താവാണ്, അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ് അല്ലെ. വാട്ടർ വേപ്പർ ആയിട്ട് അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസസ്സാണ്. അപ്പൊ എല്ലാത്തിനും പിന്നിൽ ഒരു സയൻസ് ഉണ്ട് പറയുന്ന പോലെ. ഈ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വെറ്റ് ക്ലോത്ത് എന്ത് ചെയ്ത് കിട്ടുന്നത്, ഡ്രൈ ആക്കി കിട്ടുന്നത്. അപ്പൊ ഇവാപ്പറേഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അപ്പൊ ഹീറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം അല്ലെ. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവാപ്പറേഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ വെയിലൊന്നും ഇല്ലാത്തൊരു ടൈം ആണെങ്കിൽ നൈറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫാൻ, നമ്മൾ ഓൾറെഡി ഫാൻ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ നമ്മൾ വിരിച്ചിടും. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇത് നടക്കുന്നു നമുക്കറിയാം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. കാരണം ഫാൻ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടല്ല ഇടുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ ഇവാപ്പറേഷന്റെ റേറ്റ് കൂടുന്നത്? അപ്പൊ അവിടെ നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവാപ്പറേഷനെ എഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പൊ പറഞ്ഞ നമ്മളുടെ ടെമ്പറേച്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഫാൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ ഫാൻ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ എയർ സർക്കുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്,
ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെ എയർ സർക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവാപറേഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വിച്ച് സ്പീഡ്സ് അപ്പ് ദ ഇവാപറേഷൻ പ്രോസസ് ഈവൻ ദോ ഫാൻ ഇറ്റ്സെൽഫ് മെ നോട്ട് പ്രൊഡ്യൂസ് ഹീറ്റ്. അപ്പൊ ഫാൻ എന്ത് ചെയ്യുന്നില്ല, ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഫാനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണ്, എയർ സർക്കുലേഷൻ ആണ്. അപ്പൊ എയർ സർക്കുലേഷൻ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇവാപറേഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന മെത്തേഡ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ ക്ലോത്ത് ഒക്കെ ഈ പറയുന്ന രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ മെത്തേഡ് ഒക്കെ ആണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? അപ്പൊ ഇവാപറേഷൻ ആണ് ശരിക്കും സെപ്പറേഷൻ മെത്തേഡ് ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം. അപ്പൊ സെപ്പറേഷൻ മെത്തേഡിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സോൾട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇവാപറേഷൻ യൂസ് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുന്നത് കണ്ടൻസേഷൻ ആണ്. അപ്പൊ കണ്ടൻസേഷൻ എന്താ മിസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടൻസേഷൻ എവിടെയാണ് നമ്മൾ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഇവാപറേഷന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കണ്ടൻസേഷൻ. അപ്പൊ ഇവാപറേഷൻ വാട്ടർ വേപ്പർ എന്തായി മാറുന്നു, വാട്ടർ എന്തായി മാറുന്നു, വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറുന്നു, വാട്ടർ ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ കൺവേർഷൻ ഓഫ് എ ഗാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ നോക്കിയാൽ നിങ്ങൾ, കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻടു ഇറ്റ്സ് വാട്ടർ വേപ്പർ സ്റ്റേറ്റ്സ്, ദ പ്രോസസ് ഓഫ് വാട്ടർ ചേഞ്ചിങ് ഫ്രം ലിക്വിഡ് ഇൻടു ഗാഷ്യസ് സ്റ്റേറ്റ്, ദ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ് ഫ്രം ടൈനി water droplets, the conversion of water vapor into its liquid state. അപ്പൊ ഇതിൽ ഏത് നമ്മൾ മാർക്ക് ചെയ്യും, കൺവേർഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻടു ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്തായി, ഗാഷ്യസ് സ്റ്റേറ്റ് ആണ് അല്ലെ. ഈ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടൻസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് മക്കളെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.